ഓക്കെ. അപ്പൊ നമ്മളുടെ ക്ലാസ് നമ്മ ഇതിലത്തെ മിക്ക ടൂളുകളും എടുത്തിട്ടുണ്ട്. ഇനി അറേ എക്സ്പ്ലോർ എന്ന് പറഞ്ഞ ടൂളാണ്. അപ്പൊ അതിനു മുമ്പ് ഞാൻ ഈ ഹാച്ചിന്റെ അടിയിൽ തന്നെ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ ഗ്രേഡിയന്റ് എന്താന്ന് വിചാരിച്ചാൽ കളർ കോമ്പിനേഷൻ ആണ്. മനസ്സിലായില്ലേ? നമ്മ ഹാച്ച് ചെയ്ത പോലെ തന്നെ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞത് രണ്ട് കളറുകളുടെ കോമ്പിനേഷൻ ആണ്. ഓക്കെ. ഇവിടെ നമുക്ക് ടൈപ്പ് ഓഫ് കളറും കാര്യങ്ങളും ഉണ്ടായിരിക്കും. നമുക്ക് ഇതിൽ ഏത് പാറ്റേൺ ആണ് വേണ്ടത്. ഗ്രേഡിയന്റും ഹാച്ചും തമ്മിൽ വലിയ വ്യത്യാസമില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു കളർ കോമ്പിനേഷന് വേണ്ടിയിട്ട് ഇവിടെ ബ്ലൂ അല്ലാതെ നമുക്ക് ഇവിടെ യെല്ലോ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കളർ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ കളർ കോമ്പിനേഷനിൽ ഗ്രേഡിയന്റ് കൊടുക്കാം. ഇവിടെ ആംഗിള് ട്രാൻസ്പെറൻസി അതൊക്കെ അറിയുന്നല്ലേ. ഇവിടെ ടിന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ടിന്റ് എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വരും. അത് നമുക്ക് ടിന്റ് ഇങ്ങനെ കൂട്ടാൻ കുറയ്ക്കാൻ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ. ഇനി ഇവിടെ നമുക്ക് സെന്റേർഡ് ഉണ്ട്. സെന്റേർഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് കറക്റ്റ് സെന്ററിലായിരിക്കും നമ്മളെ കളർ കോമ്പിനേഷൻ വരാം. ഓക്കെ. അത് ഓഫ് ചെയ്തിട്ടാൽ നമുക്ക് ഒരു ഫോർമാറ്റിൽ ഒരു കറക്റ്റ് ഓർഡറിലായിരിക്കില്ല വരാം. നമുക്ക് കുറച്ച് സെന്ററിൽ നിന്ന് മാറിയിട്ടൊക്കെ ആയിരിക്കും വരാം. പിന്നെ അസോസിയേറ്റീവ്, അനോട്ടേറ്റീവ്, മാച്ച് പ്രോപ്പർട്ടി നമ്മ ഹാച്ചിൽ പഠിച്ച എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഓക്കെ. അപ്പൊ ഈ ഹാച്ചിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. ഹാച്ചിലായാലും നമ്മളെ ഗ്രേഡിയന്റിലായാലും ഞാൻ വിട്ടുപോയൊരു കാര്യമാണ്. ഇവിടെ കണ്ട സെലക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, പിക് പോയിന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സെലക്ട് വർക്ക് ചെയ്യാൻ ഒറ്റ ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ആ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത് കൊടുത്താൽ അതിന്റെ അകത്തായിരിക്കും ഹാച്ച് വരാം. ഇപ്പൊ സപ്പോസ് എനിക്ക് ഈ ഒരു പോർഷനിൽ മാത്രം നമുക്ക് ഹാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എച്ച് എൻ്റർ അടിച്ചിട്ട് ഈ സെലക്റ്റിലാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? നമുക്കൊരു പർട്ടിക്കുലർ പോർഷനിൽ ഒബ്ജക്റ്റിന്റെ അകത്ത് തന്നെ പർട്ടിക്കുലർ പോർഷനിൽ നമുക്ക് ഹാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എച്ച് എൻ്റർ അടിച്ചതിന് ശേഷം പിക് പോയിന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. പിക് പോയിന്റ് എടുത്തിട്ട് നമുക്ക് ഏത് പോർഷനിലാണോ വേണ്ടത് അതിന്റെ അകത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഈ സെലക്റ്റും പിക് പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. ചില കേസുകളിൽ നമ്മൾ സെലക്റ്റിലാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാച്ച് അറിയില്ല. ഇതിനെ കുറിച്ചൊരു ധാരണ ഇല്ലാത്ത ആൾക്ക് അത് ചെയ്യാൻ പറ്റില്ല കേട്ടോ. പിക് പോയിന്റും സെലക്റ്റും ഒന്ന് നോക്കി വെക്കാം കേട്ടോ. ഹാച്ചിൽ തന്നെ ഞാൻ പറഞ്ഞില്ല എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ അതും കൂടി ഒന്ന് നോക്കി വെക്കാം കേട്ടോ. ഇനി ഗ്രേഡിയന്റിൽ തന്നെ ബൗണ്ടറി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ഈ ബൗണ്ടറിയിൽ തന്നെ രണ്ട് ഓപ്ഷൻ ഉണ്ട്, പോളിലൈനും റീജിയൻ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. അപ്പൊ സപ്പോസ് എനിക്ക് ഇതിന്റെ ഈ ഒരു പോർഷൻ എനിക്ക് കിട്ടണം. മനസ്സിലായല്ലേ? നമുക്ക് ബാക്കിയൊന്നും ഡിലീറ്റ് ചെയ്യാണ്ട് ബൗണ്ടറിയുടെ ഈ ഒരു ബൗണ്ടറി നമുക്ക് എന്ത് വേണം, നമുക്ക് കോപ്പി കിട്ടണം എന്നുണ്ടെങ്കിൽ BO എൻ്റർ അടിക്കാം. അപ്പൊ അതില് കണ്ട ഒബ്ജക്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞത് പോളിലൈനും റീജിയനും പറഞ്ഞിട്ട് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ഈ പോളിലൈൻ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്തിട്ട് ഞാൻ പിക് പോയിന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തു. കണ്ട ഇവിടെ സെലക്ട് പോയിന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാല് നമ്മ ഇതിന്റെ അകത്തൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. 1 മിനിറ്റ്. ഓക്കെ. ഇവിടെ ആണ് പിക് പോയിന്റ് എടുക്കുന്നത് കേട്ടോ. ഒന്നും കൂടി പറഞ്ഞുതരാം. അപ്പൊ ഈ ഒരു പോർഷനെ മാത്രം എനിക്ക് കിട്ടണം, കോപ്പി കിട്ടണം എന്നുണ്ടെങ്കിൽ BO എൻ്റർ അടിക്കുക. ഇവിടെ ഈ പോളിലൈൻ ഉണ്ട്, റീജിയൻ ഉണ്ട്. ഒബ്ജക്റ്റ് ടൈപ്പ് ഏതാ? പോളിലൈനും റീജിയനും. അപ്പൊ ഈ പോളിലൈൻ സെലക്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, പിക് പോയിന്റ് എടുത്തിട്ട് നമുക്ക് വേണ്ട പോർഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു, എൻ്റർ അടിച്ചു. ഇനി എന്ത് ചെയ്യാ, ഇതിനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ കോപ്പി ചെയ്തിട്ട് 1 മിനിറ്റ്, ഇതിനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് CO എൻ്റർ അടിച്ചിട്ട് നമുക്ക് അതിന്റെ കോപ്പി നമുക്ക് എടുത്ത് കിട്ടുന്നതായിരിക്കും ഒരൊറ്റ ഒബ്ജക്റ്റ് ആയിട്ട്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പോളിലൈന്റെ പ്രത്യേകത എന്ന് വിചാരിച്ചാൽ നമുക്ക് ഇതിന്റെ ഷേപ്പ് എങ്ങനെ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. ക്ലിയർ ആയില്ലേ? ഈ പോളിലൈന്റെ പ്രത്യേകത എന്ന് വിചാരിച്ചാൽ നമുക്ക് അതിന്റെ വെർട്ടെക്സ് ഇതൊക്കെ കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പൊസിഷൻ ചേഞ്ച് ചെയ്യാം. അപ്പൊ Hൽ അത് കൊണ്ടുപോയിടാനുള്ള കാരണം എന്ന് പറയണത് നമുക്ക് ഈ സെലക്ട് വെച്ചിട്ട് ഇതിനെ സെലക്ട് ചെയ്ത് കൊടുത്താല് ആ ഒരു ബൗണ്ടറിയിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഹാച്ച് ചെയ്യാൻ പറ്റും, പിക് പോയിന്റിന്റെ സഹായം ഇല്ലാണ്ട്. ഓക്കെ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതൊരൊറ്റ ഒബ്ജക്റ്റ് ആയിട്ട് മാറുന്ന കാരണം. ഓക്കെ. ഇനി നമുക്ക് എന്താ ഒബ്ജക്റ്റ് ടൈപ്പ് റീജിയൻ ആയാലും എന്താ വ്യത്യാസം നോക്കാം കേട്ടോ. അപ്പൊ ഇവിടെ ലൈൻ ഉണ്ട്. ഈ ഒരു പോർഷൻ എനിക്ക് കിട്ടണം. അപ്പൊ BO എൻ്റർ അടിച്ചു കഴിഞ്ഞാല് ഇവിടെ ഒബ്ജക്റ്റ് ടൈപ്പ് റീജിയൻ കൊടുത്തു. പോളിലൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഷേപ്പ് അതിന്റെ ഡിസ്റ്റോർഷൻ വരും, നമ്മ ചേഞ്ച് വരുത്താം. റീജിയൻ എടുത്തു.
പിക്ക് പോയിന്റ് എടുത്തിട്ട് ഇതിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് സെലക്ട് ചെയ്തു, എൻ്റർ അടിച്ചു. ഇത് നമുക്ക് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ കോപ്പി ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഇതിനെ പിടിച്ചിങ്ങനെ ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതി. മനസ്സിലായില്ലേ? ഇത് പഴയ മാതിരി തന്നെ അവിടെ ഉണ്ടായിരിക്കും. ഓരോ ലൈനായിട്ട് നമുക്ക് ഇവിടെ റീജിയൻ കിട്ടിയിട്ടുണ്ടാവും. ഈ റീജിയന്റെ ഷേപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇതിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൂവ് ആയിട്ടാണ് മാറാം. ക്ലിയർ ആയില്ലേ? അപ്പൊ പോളിലൈനിന്റെ നമ്മ ബൗണ്ടറിയിൽ പോളിലൈൻ ആണ് ഒബ്ജക്റ്റ് ടൈപ്പ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒബ്ജക്റ്റിനെ നമുക്ക് എന്തായിരിക്കും സെലക്ട് ചെയ്ത്, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പോർഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അതിന്റെ ഷേപ്പിൽ ചേഞ്ച് വരുത്താം. റീജിയൻ ആണെന്നുണ്ടെങ്കിൽ പെർമനന്റ് ഷേപ്പ് ആയിരിക്കും, നമുക്ക് അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് ബൗണ്ടറി റീജിയനും. ഇപ്പൊ നമുക്ക് ഒരു പോർഷനിലത്തെ റീജിയൻ എടുക്കാൻ പറ്റി. സപ്പോസ് എനിക്ക് ഒരു ഒബ്ജക്റ്റിനെ റീജിയൻ ആക്കണം. നമുക്കറിയാം റെക്റ്റാങ്കിൾ പോളിലൈൻ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. കണ്ട, ഇതിന്റെ ഷേപ്പ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചേഞ്ച് വരുത്താം. ഇപ്പൊ ഇതിനെ റീജിയൻ ആക്കണമെന്നുണ്ടെങ്കിൽ ബൗണ്ടറി വെച്ച് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഡ്രോ ടൂളിൽ ഇവിടെ റീജിയൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് സെപ്പറേറ്റ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതിനെ സെലക്ട് ചെയ്ത് മൊത്തം സെലക്ട് ചെയ്ത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് റീജിയൻ ആയിട്ട് മാറി. ഓക്കെ, ഇതെന്ന് പറയണത് നമ്മൾ സെലക്ഷൻ ചെയ്യണത് മൊത്തം സെലക്ട് ചെയ്യണം കേട്ടോ. റീജിയൻ ചെയ്യേണ്ട പോർഷനെ മൊത്തം സെലക്ട് ചെയ്ത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് റീജിയൻ ആയിട്ട് മാറി. അപ്പൊ ഇതാണ് നമ്മളെ ബൗണ്ടറി പോളിലൈൻ, ബൗണ്ടറി റീജിയനും കേട്ടോ. ബൗണ്ടറിയിൽ തന്നെ രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഒബ്ജക്റ്റ് ടൈപ്പ് പോളിലൈനും റീജിയനും. ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. ഇനി നമുക്ക് ഇവിടെ സ്പ്ലൈൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. സ്പ്ലൈൻ ഫിറ്റും ഉണ്ട്, സ്പ്ലൈൻ CV ഉണ്ട്, കൺട്രോൾ വെർട്ടിസസ്. സ്പ്ലൈൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഇലക്ട്രിക്കൽക്കാരനെ സംബന്ധിച്ച് നമുക്ക് വയറിംഗ് ഡയഗ്രാം അല്ലാന്നുണ്ടെങ്കിൽ വയറൊക്കെ നമ്മളെ പ്ലാനില് ഒരു ബിൽഡിങ്ങിന്റെ സ്വിച്ചസ് എന്നൊക്കെ കാണിക്കുക ഈ സ്പ്ലൈൻ ടൂൾ വെച്ചിട്ടാണ്. അപ്പൊ ഈ സ്പ്ലൈൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് വരച്ചു കൊടുക്കാൻ പറ്റും. ഇത് എസ്കേപ്പ് അല്ല നമുക്ക് ചെയ്യേണ്ടത്. നമുക്ക് എവിടെയാണ് എൻഡ് ചെയ്യേണ്ടത് അവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു കൊടുത്താൽ നമുക്ക് എന്തായിരിക്കും സ്പ്ലെയിൻ ആയിട്ട് കിട്ടും കേട്ടോ. എസ്കേപ്പ് അടിച്ചു കഴിഞ്ഞാൽ ആ കമാൻഡിൽ നിന്ന് മൊത്തമായിട്ട് എസ്കേപ്പ് ആവും, നമുക്ക് ഡ്രോയിങ് കിട്ടില്ല. അപ്പൊ ഇത് വലിയ ഇമ്പോർട്ടന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സബ് ഓപ്ഷൻ ഒന്നും ഇമ്പോർട്ടന്റ് അല്ല, നമുക്ക് ഇത് ജസ്റ്റ് വരക്കാൻ മാത്രമായിട്ട് അറിഞ്ഞാൽ മതി. ഇത് സ്പ്ലെയിൻ ഫിറ്റ് ആണ്, കണ്ട അതിന്റെ വെർട്ടക്സ് അതുമ്മ തന്നെ ആയിരിക്കും. കൺട്രോൾ വെർട്ടക്സ് എന്ന് പറയുമ്പോൾ അതിന്റെ കൺട്രോളിങ് പോയിന്റ് നമുക്ക് പുറത്തായിരിക്കും കിട്ടുക കേട്ടോ. അതിന്റെ ആ ഒരു ഇതിന്റെ പുറത്തായിരിക്കും കൺട്രോൾ പോയിന്റ് കിട്ടുക. ഫിറ്റില് നമുക്ക് ഉള്ളിലായിരിക്കും കൺട്രോൾ പോയിന്റ് കിട്ടുക. അതാണ് ഡിഫറൻസ് കേട്ടോ. ഡിസ്പ്ലേനിന്റെ ഇന്റർവ്യൂവിന് ചോദിക്കും ഡിസ്പ്ലേനിന്റെ ലെങ്ത് എങ്ങനെ മെഷർ ചെയ്യാന്ന്. അത് പ്രോപ്പർട്ടിയിൽ ഇവിടെ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ഈ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LI എന്നാണ് ഷോർട്ട് കട്ട്. നമുക്ക് ഒരു സർക്കിളിന്റെ ഡയമീറ്റർ, ഏരിയ ഇതൊക്കെ നമുക്ക് മെഷർ ചെയ്യാണ്ട് തന്നെ ഈ ലിസ്റ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ വരും. സർക്കിളിന്റെ ഡിസ്റ്റൻസ്, ഏരിയ, ചുറ്റളവ് എല്ലാം നമുക്ക് കിട്ടും, റേഡിയസും എല്ലാതും. അതുപോലെ തന്നെ സ്പ്ലെയിനിന്റെ ഒക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ലിസ്റ്റ് എടുത്ത് ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ലെങ്ത് ഇവിടെ കാണിക്കും. മനസ്സിലായില്ലേ? എല്ലാതും ഡീറ്റെയിൽ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പൊ ഇന്റർവ്യൂവിന് ചോദിക്കും എങ്ങനെയാണ് സ്പ്ലെയിനിന്റെ അളവ് മെഷർ ചെയ്യാന്ന്. ഇപ്പൊ ലിസ്റ്റ് ആണ്, LI എന്നാണ് ഷോർട്ട് കട്ട്. ലിസ്റ്റ് എടുത്തിട്ട് ജസ്റ്റ് അതിനെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇതിലും മെഷർ ചെയ്യാൻ നമുക്ക് ഒരു ഓപ്ഷനും ഇല്ല. അപ്പൊ അത് കാരണം ലിസ്റ്റ് വെച്ചിട്ടാണ് സ്പ്ലെയിനിന്റെ അളവ് മെഷർ ചെയ്യുക കേട്ടോ. ലിസ്റ്റ് അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാട്ടോ. ഇനി ഡ്രോ ടൂളിൽ നമുക്ക് അടുത്തതാണ് XL കൺസ്ട്രക്ഷൻ ലൈനും റേ ലൈനും. ഇത് ഞാൻ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ലൈനിന്റെ സെക്ഷൻ എടുത്തപ്പോൾ ഞാൻ അത് കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ മൾട്ടിപ്പിൾ പോയിന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ഈ മൾട്ടിപ്പിൾ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് പോയിന്റ്സ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇതെടുത്ത് നമുക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പോയിന്റ്സ് മാർക്ക് ചെയ്യാം. അപ്പൊ ഈ പോയിന്റ്സ് നമുക്ക് വിസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പോയിന്റ്സിന്റെ സ്റ്റൈല് ചേഞ്ച് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയില്ലേ? ഇപ്പൊ ഇവിടെ ചെറിയ ചെറിയ ഡോട്ടഡ് ലൈൻ ആയിട്ട് കാണുന്ന ഇതിന്റെ നമുക്ക് സ്റ്റൈലും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ യൂട്ടിലിറ്റീസിൽ വന്നു കഴിഞ്ഞാല് പോയിന്റ് സ്റ്റൈല് കാണാൻ പറ്റും. ജസ്റ്റ് PT എന്ന് ടൈപ്പ് ചെയ്യാം കേട്ടോ. PT പോയിന്റ് ടൈപ്പ് എന്ന് സെലക്ട് ചെയ്യാം. നമുക്ക് ഏത് പോയിന്റ് സ്റ്റൈലാണ് വേണ്ടത് അത് ഇവിടെ ജസ്റ്റ് ചൂസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പൊ ഇവിടെ ഈ പ്ലസ് ഇത് വേണമെന്നുണ്ടെങ്കിൽ എല്ലാതും പ്ലസ് ആയി കൊടുക്കും, കിട്ടും. അപ്പൊ അതിൽ തന്നെ നമുക്ക് ഇവിടെ സ്കെയില് കൂട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. എത്രത്തോളം സ്കെയിലിങ് വേണം. ഇപ്പൊ 5 പോയിന്റ് സൈസ് കൊടുക്കുന്നത്, നമുക്ക് എത്രത്തോളം വേണമെന്ന് എന്ത് ചെയ്യാം ഇതിൽ കൊടുക്കാം കേട്ടോ. ഇതാണ് പോയിന്റ് സ്റ്റൈല്. ഓക്കെ,
അപ്പൊ ഈ മൾട്ടിപ്പിൾ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പോയിന്റുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മൾട്ടിപ്പിൾ പോയിന്റ്സ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ ഡിവൈഡ് മെഷർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാലേ അപ്പൊ അതിൽ തന്നെ നമുക്കൊരു ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു സെക്ഷൻ വരുന്നുണ്ട്. അപ്പൊ ആ ബ്ലോക്ക് നമ്മ ഇവിടെ വെച്ചിട്ടാണ് എടുക്കുക. ഈ ബ്ലോക്ക് നമ്മ ഇത്രയും കഴിഞ്ഞിട്ട് വേണം ഈ ബ്ലോക്ക് എടുക്കാൻ. ഈ ബ്ലോക്ക് എടുക്കുന്ന സമയത്ത് അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്തിനാണ് ആ ബ്ലോക്കിന്റെ ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുള്ളതെന്ന്. അതായത് ഇപ്പൊ സപ്പോസ് ഒരു ലൈൻ ഉണ്ട്, ആ ലൈനിന്റെ ഡിസ്റ്റൻസ് ഒരു 100 വിചാരിക്കും. ഓക്കെ, 100 ഡിസ്റ്റൻസിൽ നമുക്ക് ലൈൻ വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ലൈനിനെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാല് 10 ഈക്വൽ പാർട്സ് ആക്കണം. നമുക്കിപ്പോ അളവ് അറിയില്ലെങ്കിൽ പോലും നമുക്കൊരു വടിക്കഷ്ണം തന്നിട്ട് പറയാണ് ഇതിനെ ഈക്വൽ പാർട്സ് ആക്കാൻ. അല്ലെങ്കിൽ ഒരു ലൈന് ജസ്റ്റ് വരച്ചിട്ട് ഈക്വൽ പാർട്സ് ആക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അളവ് അറിയില്ലെങ്കിൽ പോലും നമ്മൾ ഡിവൈഡ് എന്ന് പറഞ്ഞിട്ടൊരു ടൂളാണ് യൂസ് ചെയ്യുക. ഓക്കെ, DIV ആണ് ഷോർട്ട് കട്ട്. അപ്പൊ DIV എൻ്റർ അടിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ഒബ്ജക്റ്റ് ടു ഡിവൈഡ്, ഇതിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. എത്ര കഷ്ണം വേണ്ടതെന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എത്ര ഈക്വൽ പാർട്സ് വേണ്ടതെന്ന് എൻ്റർ ദ നമ്പർ ഓഫ് സെഗ്മെന്റ്, എത്ര കഷ്ണം വേണം നമ്മൾ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇതിൽ തന്നെ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. മനസ്സിലായില്ലേ? ബ്ലോക്ക് എന്ന് പറയണത് നമുക്ക് ഇതിന്റെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ബ്ലോക്ക് എടുക്കുമ്പോൾ പറഞ്ഞു തരാം, ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. ആ ബ്ലോക്ക് എന്താണ് ബ്ലോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കേട്ടോ. അപ്പൊ ഡിവൈഡ് എൻ്റർ ഓഫ് ദ നമ്പർ ഓഫ് സെഗ്മെന്റ് ഞാൻ 10 കൊടുത്തു കഴിഞ്ഞാട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാല് നമുക്ക് 10 പോയിന്റുകൾ വരും. മനസ്സിലായില്ലേ? കഷ്ണാക്കില്ല, നമുക്ക് ആ 10 പോയിന്റുകൾ വരും. അത് ഇവിടെ പോയിന്റ് സ്റ്റൈലിൽ ഞാൻ ഇത് കൊടുത്ത കാരണമാണ് അവിടെ എന്താ എടുക്കുന്നത്, നമുക്ക് ആ പ്ലസ് സൈൻ എടുക്കുന്നത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതുമാ 10 ഈക്വൽ ഡിസ്റ്റൻസിൽ ഓരോ പോയിന്റുകൾ അവർ ഇട്ട് തരും. അപ്പൊ ഈ പോയിന്റിന് പകരം നമുക്ക് വേറെ എന്ത് ചെയ്യാം, വേറെ ഒബ്ജക്റ്റുകൾ വേണമെങ്കിൽ ഇൻസർട്ട് ചെയ്യാം. അതായത് നമ്മ ഒരു കമ്പനി കയറിയിട്ട് ഒരു ലൈറ്റിന് ഒരു 100 മീറ്റർ ഡിസ്റ്റൻസിലൊക്കെ ഈക്വൽ ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ലൈറ്റിനെ ഡിസൈൻ ചെയ്തിട്ട് ബ്ലോക്ക് ആക്കിയിട്ട് ആ ലൈറ്റിന്റെ പേര് ഇവിടെ കൊടുത്താൽ മതി. നമ്മൾ ഡിവൈഡ് കൊടുക്കുമ്പോൾ ആ ബ്ലോക്ക് സെലക്ട് ചെയ്തിട്ട് ആ ലൈറ്റിന്റെ പേര് കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ഈ ലൈനും ആ ലൈറ്റ് ഇങ്ങനെ ഈക്വൽ ഡിസ്റ്റൻസിൽ വരും. ഇതിലിപ്പോ നമുക്ക് ആ പോയിന്റ് സ്റ്റൈലിൽ വരുമ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. പോയിന്റ് സ്റ്റൈലിൽ വന്നു കഴിഞ്ഞാല് നമുക്ക് ഇത്രയാണ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഒരു ലൈറ്റിന്റെ സിമ്പിൾ ഉണ്ടാക്കിയിട്ട് അതിനെ ബ്ലോക്ക് ചെയ്തിട്ട് നമുക്ക് ആ ബ്ലോക്കിന്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ ഈ പോയിന്റിന് പകരം ആ ഒരു ലൈറ്റ് അവിടെ വരും. അപ്പൊ ഞാൻ ബ്ലോക്ക് എടുക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അത് പറഞ്ഞു തരാട്ടോ, എങ്ങനെയാണ് ബ്ലോക്ക് ചെയ്യുക, എങ്ങനെയാണ് അത് ഇൻസേർട്ട് ചെയ്യാന്നൊക്കെ. അപ്പൊ സപ്പോസ് ഞാൻ ഇങ്ങനെ ഒരു സിമ്പിൾ കൊടുത്തു, എനിക്ക് ഇങ്ങനത്തെ ഒരു സിമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈക്വൽ ആയിട്ട് 10 ഡിസ്റ്റൻസിൽ അത് വരും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇത് 100 ആയ കാരണം 10 കൊടുത്താണ് ഒരു ലൈൻ എന്ന് പറഞ്ഞത് 10 ഡിസ്റ്റൻസ് ആയിരിക്കും കേട്ടോ. ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇതാണ് ഡിവൈഡ്. ഇനി മെഷർ എന്ന് പറഞ്ഞാൽ എന്താ, മെഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആ ലൈനിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ആണ് തന്നിട്ടുണ്ടായിരിക്കും. ഡിവൈഡ് എന്ന് പറഞ്ഞാല് നമ്മ 10 കൊടുത്താൽ 10 കഷ്ണാക്കും. പക്ഷെ മെഷറിൽ 10 കൊടുത്തു കഴിഞ്ഞാല് 10 സെന്റിമീറ്ററിൽ അല്ലെങ്കിൽ 10 ഏതാണ് യൂണിറ്റ് ആ ഒരു അളവില് നമുക്ക് ഇങ്ങനെ കട്ടിങ് വന്നുകൊണ്ടിരിക്കും. കട്ടിങ് അല്ല, നമുക്ക് ആ പോയിന്റുകൾ ഇട്ട് തരും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മെഷർ എന്ന് പറഞ്ഞാൽ അളവ്, ഡിവൈഡ് എന്ന് പറഞ്ഞാല് ഈക്വൽ ഡിസ്റ്റൻസ് കേട്ടോ. അപ്പൊ മെഷറിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ലൈൻ എടുത്തിട്ട് 100 ഡിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എനിക്ക് ഇതിൽ നിന്ന് 100 ഡിസ്റ്റൻസിൽ നിന്ന് 25 സെന്റിമീറ്ററുള്ള എത്ര കഷ്ണം കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 28 പിടിച്ചു. 28 ഡിസ്റ്റൻസിലുള്ള എത്ര പോയിന്റുകൾ കിട്ടും എന്നാണ് നമ്മളെ ചോദ്യം കേട്ടോ മെഷറിൽ. അപ്പൊ എന്നാണ് ഷോർട്ട് കട്ട് ഇത് എടുക്കുക. നമ്മ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. വേണ്ട ഡിസ്റ്റൻസ് 28 ആണ്. സ്പെസിഫൈ ദ ലെങ്ത് ഓഫ് ദ സെഗ്മെന്റ് ആണ് കേട്ടോ. ലെങ്ത് ആണ് മെഷർ ചെയ്യേണ്ടത്. 28 എൻ്റർ അടിച്ചു. അപ്പൊ വേണ്ട നമുക്ക് ഇവിടെ 28 ഡിസ്റ്റൻസിൽ നമുക്ക് കിട്ടി. ഓക്കെ, 28 ഡിസ്റ്റൻസിൽ കിട്ടി. ബാക്കിയുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഇവിടെ എൻഡിൽ കാണിച്ചു തരും. ക്ലിയർ ആയില്ലേ? മെഷറിൽ നമുക്ക് ഒരു സെഗ്മെന്റിന്റെ അളവാണ് മെഷർ ചെയ്ത് പോയിന്റ് തരാം കേട്ടോ. ഓക്കെ, ഇനിയിപ്പോ ഈ 16 നമുക്ക് അപ്പുറത്തെ സൈഡിൽ നിന്ന് ബാക്കിയുള്ളത് വരണ്ടെന്നുണ്ടെങ്കിൽ നമ്മ എന്ത് ചെയ്യാ, ഡിവൈഡ് ചെയ്യുമ്പോ മെഷർ ചെയ്യുമ്പോ ME എൻ്റർ അടിച്ചിട്ട് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ.
വേണ്ട ഡിസ്റ്റൻസ് 28 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് വരുന്ന 16 എന്തായിരിക്കും ഈ എൻഡിലായിരിക്കും വരാം കേട്ടോ. ഓക്കെ, അപ്പൊ മെഷറും ഡിവൈഡും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മെഷർ ഡിവൈഡ് എന്ന് പറഞ്ഞാല് നമുക്ക് എത്ര കഷ്ണാക്കണോ ഈക്വൽ കഷ്ണാക്കി തരും. മെഷർ എന്ന് പറഞ്ഞാല് ഒരു സെഗ്മെന്റിന്റെ അളവ് നമ്മ സ്പെസിഫൈ ചെയ്യണം. ഒരു കഷ്ണത്തിന്റെ അളവ് നമ്മ സ്പെസിഫൈ ചെയ്യണം. മറ്റേ അളവല്ല, മറ്റേ എത്ര ഈക്വൽ പാർട്സ് ആണ് വേണ്ടതെന്നാണ് ഡിവൈഡില് സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഇതാണ് മെഷറും ഡിവൈഡും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ആണ് റീജിയൻ. നമ്മൾ എടുത്തു കഴിഞ്ഞു. ഓക്കെ അല്ല, റീജിയൻ ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇനി നമുക്ക് വൈപ്പ് ഔട്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ വൈപ്പ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? വൈപ്പ് ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് സപ്പോസ് ഞാനൊരു ഡ്രോയിങ് വരച്ചു. അപ്പൊ ഈ ഡ്രോയിങ്ങിന്റെ അകത്ത് ഒരു സർക്കിൾ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഈ സർക്കിളിൽ എനിക്ക് എന്ത് വേണം? പ്രിന്റിങ് സമയത്ത് എനിക്ക് സർക്കിളിനെ കാണണ്ടെന്ന് വിചാരിക്കും. സപ്പോസ് നമുക്ക് പ്രിന്റിങ് സമയത്ത് ഈ സർക്കിളിനെ കാണണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയ നമ്മൾ എന്ത് ചെയ്യും? വൈപ്പ് ഔട്ട് ചെയ്യും. വൈപ്പ് ഔട്ട് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു ഏരിയനെ ഇങ്ങനെ ഈ ഒരു ഷേപ്പിന്റെ അകത്താക്കിയിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഏരിയ നമുക്ക് വൈപ്പ് ഔട്ട് റീജിയൻ ആവും. ഇനി നമ്മൾ എന്ത് ചെയ്യാ? കൺട്രോൾ പി അടിക്കുക. പ്രിന്റ് എടുക്കണതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഓട്ടോകാഡ് PDF കൊടുക്കുക. പ്രിന്ററിന്റെ പേര് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പ്രിന്റിങ് ഔട്ട്പുട്ട് വരും. നമുക്ക് A4 ഷീറ്റിൽ പ്രിന്റ് ചെയ്ത് വരും. നമുക്ക് PDF ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓട്ടോകാഡ് PDF കൊടുക്കുക. ഇവിടെ നമ്മളെ സൈസ് കൊടുക്കുക. A4 ആണോ A3 ആണോ ഏത് ഇതിലാ പ്രിന്റ് ചെയ്യേണ്ടതെന്ന് ഇവിടെ കൊടുക്കുക. ഇനി ഡിസ്പ്ലേ മാറ്റിയിട്ട് ഞാൻ ഇവിടെ വിൻഡോ ആണ് സെലക്ട് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? വിൻഡോ സെലക്ട് ചെയ്ത് നമുക്ക് ആ ഒരു ഏത് ഇങ്ങനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലത്തെ മാത്രം പ്രിന്റ് ചെയ്ത് വരും. ഈ പോർട്രേറ്റ് ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻ ഉണ്ട്. പോർട്രേറ്റ് എന്ന് പറഞ്ഞാല് നമുക്ക് കുത്തനെ ആയിരിക്കും പ്രിന്റ് വരാം. ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഏറ്റവും വലിയ വശത്തിന്റെ നേരെ ആയിരിക്കും പ്രിന്റ് വരാം കേട്ടോ. അപ്പൊ ഞാൻ ലാൻഡ്സ്കേപ്പിലിട്ട് പ്രിവ്യൂ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇങ്ങനെ വരും. കണ്ട, ആ സർക്കിള് നമുക്ക് കാണുന്നില്ല പ്രിന്റിങ് സമയത്ത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, സർക്കിള് കാണുന്നില്ല, പക്ഷെ ആ വൈപ്പ് ഔട്ട് റീജിയൻ, നമ്മ വൈപ്പ് ഔട്ട് ചെയ്ത റീജിയൻ കാണുന്നുണ്ടെന്ന്. അപ്പൊ അത് കാണണ്ടെന്നുണ്ടെങ്കിൽ നമ്മ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മ ഈ വൈപ്പ് ഔട്ട് എടുക്കണ സമയത്തോ അല്ലാന്നുണ്ടെങ്കിൽ വരച്ച് കഴിഞ്ഞതിന് ശേഷമോ നമ്മ വൈപ്പ് ഔട്ട് എടുക്കുമ്പോൾ ഇവിടെ ഫ്രെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ? വൈപ്പ് ഔട്ടിന്റെ സബ് ഓപ്ഷനിൽ ഫ്രെയിം എന്ന് പറഞ്ഞ ഓപ്ഷനിൽ എന്താണ്? ഓണ് ഓഫ് ചെയ്ത് വെക്കാനുള്ള 2 ഓപ്ഷൻ ഉണ്ട്. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീനിലും കാണില്ല, പ്രിന്റിങ് സമയത്തും കാണില്ല. സ്ക്രീനിൽ കാണാണ്ടാവുമ്പോ കുറെ വൈപ്പ് ഔട്ട് റീജിയൻ ഉണ്ട്, നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. നമുക്കത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്താ? വൈപ്പ് ഔട്ടിന് WI ആണ് കേട്ടോ ഷോർട്ട് കട്ട്. നമുക്ക് ഫ്രെയിമില് കാണിച്ചോ ഡിസ്പ്ലേ ബട്ട് നോട്ട് പ്ലോട്ട് പ്രിന്റ് ചെയ്യരുത്. ഓക്കെ, ആ ഒരു ഓപ്ഷന് സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ കൺട്രോൾ P അടിച്ചിട്ട് നമ്മ ഇവിടെ ഡിസ്പ്ലേ മാറ്റിയിട്ട് വിൻഡോ എടുത്തിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓട്ടോകാഡ് PDF കൊടുക്കുക. പ്രിവ്യൂ പറയുമ്പോൾ എന്തായിരിക്കും? നമുക്ക് ആ ഒരു പോർഷൻ മാത്രം കിട്ടുള്ളൂ കേട്ടോ. ഇതാണ് വൈപ്പ് ഔട്ട്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വൈപ്പ് ഔട്ട് ഞാൻ വരണം. ഇനി അടുത്തതാണ് 3D പോളിലൈൻ. ഇത് നമുക്ക് ആവശ്യമില്ല, ഇത് ജസ്റ്റ് 3D ആണ് കേട്ടോ. ഇനി ഇവിടെ നമുക്ക് ഹെലിക്സ് ഉണ്ട്. ഹെലിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഹെലിക്സ് എന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് ടൈപ്പ് വരക്കാനാ. നമുക്ക് ഇന്നർ ഡയമീറ്ററും ഔട്ടർ ഡയമീറ്ററും ഒക്കെ കൊടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഡോണട്ട് ഉണ്ട്. ഡോണട്ടിൽ ഇന്നർ ഡയമീറ്റർ ഔട്ടർ ഡയമീറ്റർ ജസ്റ്റ് സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ലൈറ്റിന്റെ സിമ്പൽ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് വരക്കാടാ, സീലിംഗ് ലൈറ്റിന്റെ സിമ്പല്. അപ്പൊ അതൊന്ന് നോക്കാം. ഇനി നമുക്ക് ഇവിടെ റിവിഷൻ ക്ലൗഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ റിവിഷൻ ക്ലൗഡ് എന്ന് പറഞ്ഞാൽ എന്താ? റിവിഷൻ ക്ലൗഡ് എന്ന് വെച്ചാല് റിവൈസ് ചെയ്യേണ്ട പോർഷൻ. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാനൊരു ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് കണ്ടെത്തി കഴിഞ്ഞാല് അവിടെ ഈ റിവിഷൻ ക്ലൗഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടും. അപ്പൊ ഈ റെക്ടാംഗുലർ ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ റെക്ടാംഗിൾ ഷേപ്പിൽ അവിടെ മാർക്ക് ചെയ്തിടാം. മനസ്സിലായില്ലേ? ഇപ്പൊ ഈ മാർക്ക് ചെയ്യണ സമയത്ത് ഇവിടെ ആർക്ക് ലെങ്ത് ഉണ്ട്. ആർക്ക് ലെങ്ത്തിൽ നമുക്ക് ഇപ്പൊ 385 ആണ്. അത്ര ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ 200 എൻ്റർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ആർക്ക് ലെങ്ത് കുറഞ്ഞു കിട്ടും. ക്ലിയർ ആയില്ലേ? അപ്പൊ ഈ റിവിഷൻ ക്ലൗഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ഹാൻഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. പോളികൾ ഉണ്ട്. വശങ്ങളുടെ എണ്ണത്തിന് റിവിഷൻ ക്ലൗഡ് ചെയ്യാം. ഒരു വശം ഇവിടെ 2
3 ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഇഷ്ടത്തിന് എത്ര വശം വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. പിന്നെ ഫ്രീ ഹാൻഡ് ആയിട്ട് വരക്കാം. ഇപ്പൊ റിവിഷൻ ക്ലൗഡ് ഇപ്പൊ സർക്കുലർ രീതിയിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് ചുറ്റും സർക്കിൾ വരക്കുക. അതിനുശേഷം ഈ റിവിഷൻ ക്ലൗഡ് എടുക്കുമ്പോൾ റെക്ടാങ്കുലർ ആയി ഏതെങ്കിലും എടുക്കുമ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ ഒബ്ജക്റ്റിനെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വട്ടത്തില് നമുക്ക് നമ്മൾ വരച്ച ഷേപ്പിക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയില്ലേ? ഇപ്പോ നമുക്കിപ്പോ ഒരു എലിപ്സിന്റെ രീതിയിൽ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പോളി ഇങ്ങനെ എലിപ്സ് വരച്ചിട്ടുണ്ട് ഇവിടെ. ഇതിന്റെ ഷേപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ റിവിഷൻ ക്ലൗഡ് എടുക്കുക, ഒബ്ജക്റ്റ് എടുക്കാടാ. ഇത് റെക്ടാങ്കുലർ ഏത് വേണമെങ്കിലും എടുത്തു കഴിഞ്ഞാല് ഇതില് തന്നെ നമുക്ക് പോളിഗണും ഫ്രീ ഹാൻഡും എല്ലാം നമുക്ക് എടുക്കുന്നുണ്ട്. ഒബ്ജക്റ്റ് എടുത്ത് ഇതിനെ സെലക്ട് ചെയ്ത് കൊടുത്താൽ ആ ഒരു സൈസിക്ക് വരും. അപ്പൊ ഇതിൽ ചോദിക്കും റിവിഷൻ ക്ലൗഡ് ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യണോന്ന്, അതായത് പുറത്തേക്ക് ആണോ ആർക്ക് വരണ്ടെന്നുണ്ടെങ്കിൽ യെസ് കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ആ ആർക്ക് പുറത്തേക്കായിരിക്കും വരാം കേട്ടോ. അപ്പൊ നോ തന്നെ കൊടുക്കുക കേട്ടോ. ആ റിവേഴ്സ് ചെയ്യണ്ടെന്നുള്ള രീതിയിൽ കൊടുക്കുക കേട്ടോ. അപ്പൊ ഇതാണ് ഡ്രോ ടൂളിലത്തെ എല്ലാ ടൂളും നമ്മൾ ക്ലിയർ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ഒരു അറേ വെച്ചിട്ടുള്ള ഡ്രോയിങ് ഞാൻ അയച്ചു തരാം അടുത്ത ക്ലാസ്സിൽ. പിന്നെ എക്സ്പ്ലോർഡ്, പിന്നെ ഇതിലെ കുറച്ച് ടൂളുകളും എടുക്കും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. അപ്പൊ ആ ടൂളുകളൊക്കെ ക്ലിയർ ആയിട്ടൊന്ന് നോക്കാം കേട്ടോ. ശരി.